അലിഫിന്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ. അല്ലാഹു ഞങ്ങളെ കാത്തിടണേ. കാരുണ്യക്കടലായ നാഥനല്ലാഹു ഞങ്ങൾക്ക് കനിഞ്ഞിടണേ. നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ. പാപികളാകും ഞങ്ങൾക്കെല്ലാം നേർവഴി നൽകണേ. ഇരുളണയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ. നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി തൗഫീഖേകല്ലാ, ഭാഗ്യം നൽകല്ലാ. ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ലെങ്ങൾക്കൊക്കെ? അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. സുഖമായിട്ട് ഇരിക്കണോ ചോദിച്ചാൽ സുഖമായിട്ട് ഇരിക്കണു, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ട് എന്നറിയാം. അതുകൊണ്ട് സുഖമായിട്ട് അങ്ങനെ പോകണു കേട്ടോ. അപ്പോൾ വ്ളോഗൊന്നും വരുന്നില്ലല്ലേ? വരാത്തതിൻ്റെ കാരണം ഏകദേശം നിങ്ങൾക്ക് അറിയില്ലേ, നമ്മൾ നെട്ടോട്ട് ഓട് തന്നെയാണ്. അപ്പോൾ പേര നമ്മൾ വിറ്റതാണെങ്കിലും ആധാരം ബാങ്കിലല്ലേ, അതിന് പൈസയും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട് കേട്ടോ, ആധാരം എടുക്കാൻ. അപ്പം ഇന്ന് രാവിലെ പോയതായിരുന്നു കേട്ടോ. 5:30 മണിക്ക് പോയിരുന്നു. 9 മണിയാകുമ്പോഴത്തേനും ഓഫീസിലെത്തണം പറഞ്ഞിട്ട് ഞാനും കാക്കും മാത്രമേ പോയിരുന്നു കേട്ടോ. ബേബിയാളൊക്കെ ഇവിടെ നിർത്തിക്കാണ്ട് ഷെയ്മോളൊന്ന് ക്ലാസ് ഒഴിവാക്കിക്കാണ്ട് ഇവിടെ നിർത്തി കേട്ടോ. ഇത്താത്താനെ വിളിച്ചു ഞാൻ. അപ്പോൾ തിരുവനന്തപുരം പോയതാണ്, മടങ്ങി വരുമ്പോഴത്തേന് നേരം വെക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ ഓലെ കാണാഞ്ഞാൽ നമുക്ക് നമ്മളെ കാത്തുക്കൂല, ഓല പണി നോക്കി പോകും. അപ്പം നിങ്ങൾക്ക് അറിയണല്ലേ, നമ്മൾ ആധാരം ബാങ്കിലാണെങ്കിലും പൈസ കൊടുത്താലും കിട്ടാത്തൊരു നിലയിൽ ഇങ്ങനെ നിൽക്കുന്ന ടൈമാണെന്ന്. അപ്പം അതിന് കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടാനുണ്ട് കേട്ടോ. ഒന്നാമത് ആയ സാധനമാണ്. പിന്നെ നമ്മളെ ബാങ്കിൽ ജപ്തിയും കാര്യങ്ങളൊക്കെ ആയതല്ലേ വീട്. അപ്പം അതിന് ആധാരം കിട്ടണം എന്നുണ്ടെങ്കിൽ പൈസ മാത്രം അടച്ചാൽ പോരാ. അപ്പം അതിന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുഴുവനായിട്ട് ഡീറ്റെയിൽസ് പറയാത്ത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പറയാം ഇൻഷാ അല്ലാ. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഒരു അർജൻറ്റായി ഒരു സ്ഥലം വരെ പോയിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്നും കൂടി ഒന്ന് നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ നമുക്കൊരു വകുപ്പുണ്ടോ നോക്കട്ടെ. ഏലിയേ പോണത്, ഏത് കുണ്ടനാടായി കൂടെ ആണെങ്കിലും വണ്ടി വെക്കുക അല്ലേ. നമ്മളെ ആവശ്യങ്ങൾക്ക് നമ്മൾ വണ്ടി തന്നെ വേണം. എന്നാലേ എന്തെങ്കിലുമൊക്കെ ഒരു സൂചിമന നമുക്ക് തിരഞ്ഞ് കിട്ടിയെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ചെന്നാൽ അതായില്ലേ എന്ന് കരുതിയിട്ട് ഓടുക തന്നെ കേട്ടോ. പൈസയൊക്കെ നമ്മൾ ബാങ്ക് കൊണ്ടുപോയി അടച്ചിട്ടുണ്ട്. അപ്പം മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ റിസൾട്ട് അറിഞ്ഞിട്ട് ഞങ്ങളോട് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. ഓൽക്കും തന്നെ ആലോചിച്ചാനും ഇതിനൊക്കെ ടൈം ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താ ഇന്നത്തെ പരിപാടി എന്നായിരിക്കൂലേ? ഇന്ന് ഇതാക്കണ് പഴംപൊരി ഉണ്ടാക്കുകയാണ് കേട്ടോ. വാഴക്കപ്പം എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ കുറേ ദിവസമായി ഞാൻ എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ. അപ്പോൾ ഒന്നിനും ഒഴിവില്ല, എല്ലാം തേഞ്ഞിട്ട് നമുക്ക് ഒന്നിനും നേരം ഉണ്ടാവില്ല, കുഞ്ഞു കുട്ടികളല്ലേ. അപ്പോൾ ഋതു എന്നും പറയും, ഋതു 9 മണിയൊക്കെ ആവും രാത്രി എത്താൻ കേട്ടോ. എന്നും പറയും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചുവിടാം, ഞങ്ങളിത് എന്നും ഇങ്ങനെ പരക്കം പാച്ചല് എന്ന് പറയട്ടോ. ഒന്നാമത് എല്ലാ ആവശ്യങ്ങൾക്കും ഞാൻ കാക്കൂൻ്റെ കൂടെ പോകണം. കാക്കൂന് ഒറ്റക്കായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇപ്പോൾ ഞാനും ഇല്ല, ഞാൻ ഒന്നും നടക്കൂല, നിങ്ങൾക്ക് അറിയണല്ലേ. അപ്പം ഞാനും എല്ലാത്തിനും ഓടി നടക്കണം കേട്ടോ. നമ്മൾ പോകണടത്തേക്ക് നമ്മൾ പോകണം പറഞ്ഞ പോലെ. അപ്പോൾ പഴംപൊരിൻ്റെ റെസിപ്പി ഒരുപാട് തവണ ഞാൻ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അടിപൊളി പഴംപൊരിയാവും. ഒരു മുട്ടയും ഒരു ഇതുപോലെ നമ്മൾ അപ്പസോഡി ഒന്നും ഉപയോഗിക്കേണ്ട, നിങ്ങൾക്ക് അറിയണല്ലേ. അപ്പോൾ എന്താണ് ആ കൈ കൊണ്ട് കാട്ടിയിരുന്നതെന്നല്ലേ. നന്നായിട്ട് കൈ കഴുകിയിട്ട് നമ്മൾ ആദ്യത്തെ മുത്തുമണികൾക്കൊക്കെ നന്നായിട്ട് അറിയാം ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്ന റെസിപ്പി നല്ല ഉഷാറായിട്ടുണ്ട് എന്ന് പറഞ്ഞു വാട്സപ്പിൽ നന്നായിട്ട് മെസ്സേജും വരലുണ്ട്. അപ്പം മൈദപ്പൊടിയാണ് ആട്ടിയിരുന്നത്. പിന്നെ ലേസം അരിപ്പൊടി ഇട്ടിട്ടുണ്ട്, ലേസം പഞ്ചാര ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചുകാണ്ട് കൈയിൻ്റെ ഉള്ളനടി ഉണ്ടല്ലോ അത് അമർത്തി ആ പാത്രത്തിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് കൈ കുഴച്ചിട്ട് 2-3-4 അടി ഇങ്ങോട്ട് അടിച്ചാൽ ആ കുമിളകൾ ഇങ്ങനെ വരും, പൊന്തി ഇങ്ങനെ വരും. അപ്പം തന്നെ നമ്മളെ പഴംപൊരി ഉഷാറാവും കേട്ടോ. പഴം ഞാനൊരു 3-4 പീസൊക്കെ ആക്കും കേട്ടോ. അത് കണ്ടോ പഴംപൊരി ഇങ്ങനെ മുകളിൽ കുമിള വന്നിക്കണ്. അപ്പം തന്നെ മനസ്സിലാവും മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം തന്നെയാണ് പൊരിച്ചെടുക്കുക കേട്ടോ. അതിക്കൊരു അപ്പസോഡയും കുപ്പസോഡയും ഒന്നും ഉപയോഗിക്കണ്ട കേട്ടോ. ആദ്യമൊക്കെ പണ്ടൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്നു. ഇപ്പം മാവ് നന്നായിട്ട് ഉഷാറാവണോണ്ടേ ഞാൻ ഈ കപ്പസോഡയൊന്നും ഉപയോഗിക്കലില്ല. ഒന്നാമത് കുഞ്ഞു കുട്ടികൾ തിന്നണല്ലേ, അവർക്ക് പിന്നെ വയറുവേദനയൊക്കെ ആയിരിക്കും. എന്താ മക്കൾ 3 ആളും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ബാക്കിൽ ഭയങ്കര വികൃതികൾ കാട്ടുന്നുണ്ട്.
ക്യാമറ അവിടെ തുറന്നു വെച്ചു എന്നല്ലാതെ ആരുമില്ലല്ലോ. അപ്പോൾ പിന്നെ കുറേ ഞാൻ കട്ട് ചെയ്തിക്കാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മുടി പിടിച്ച് വലിച്ച് അടിപിടി കടിയൊക്കെ കഴിഞ്ഞിരിക്കണം അതിൻ്റെ അടിയിൽ കേട്ടോ. അവിടെയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. ഒന്നാമത് നമുക്ക് മോണിറ്റേഷൻ കിട്ടൂല യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ക്ലിയർ ആക്കി കളഞ്ഞതാണ് കേട്ടോ. നമ്മൾ ലിനു തന്നെ ലിനു വല്ലാതെ വികൃതി കാട്ടും. എന്നാൽ ലിനു വരെ വികൃതി കാട്ടിയാൽ എന്താ കാട്ടുകയെന്ന് ഒരാളെ കാട്ടിക്കഴിഞ്ഞാൽ രണ്ടാളും കൂടിയിട്ട് നമ്മളെ ലിനുവിനെ പൂസാക്കും കേട്ടോ. നല്ല അടി കൊടുക്കും രണ്ടാളും കൂടിക്കാണ്ട്. അപ്പോൾ ഇതാ കണ്ടോ നമ്മളെ പഴംപൊരി അടിപൊളി പഴംപൊരി ആവട്ടോ. കളറൊക്കെ മാണ്ടിയോൾ ചെയ്തോളി. ഞാൻ തുള്ളി മഞ്ഞപ്പൊടി ഇട്ടിരിക്കുന്നു കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ടാൽ നല്ല ഉഷാറാവും, നല്ലൊരു കളർ ഉണ്ടാവും. നമ്മൾ വെറുതെ ഫുഡ് കളറൊക്കെ ഉപയോഗിച്ച് കണ്ട് കുട്ടികളെ വയറ് കേടെടുത്തണ്ടല്ലോ. അപ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് ഇങ്ങനെ മെസ്സേജ് ഇട്ട് ചോദിച്ചിരുന്നു. ഞാൻ അന്നൊക്കെ പഴംപൊരി ഉണ്ടാക്കിയിട്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ടല്ലോ താത്ത പഴംപൊരി, എങ്ങനെയാവും ഒന്നും കൂടി പറഞ്ഞു തരുമോ എന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഒരു പണിയില്ല മക്കളെ, നേരം വെളുക്കുമ്പോൾ മാവ് കലക്കിയൊക്കെ ഒന്നും വേണ്ട. അധികം ആൾ ചോദിച്ചിരുന്നു ഞാൻ മിക്സിയിൽ അരക്കൽ താത്ത, രാവിലെ ആക്കി വെക്കും വൈകുന്നേരം എന്നാലും നന്നാവില്ല, ഇതിപ്പം വൃത്തിയില്ലാത്ത മാതിരി ആയിരിക്കും പഴംപൊരി ആയി വരിക എന്നിങ്ങനെ പറയട്ടെ. നമ്മളെ പഴംപൊരി ഉണ്ടാവും, നല്ല മയം ഉണ്ടാവും, നല്ല പൊള്ളച്ച് വരും ചെയ്യും, നല്ല സ്മൂത്തായിരിക്കും കേട്ടോ. അപ്പോൾ അതുതന്നെയാണ് അതിൻ്റെ ബൗസ്. അത് അടിച്ചണ ലെവൽ സൂപ്പറായി കഴിഞ്ഞാൽ പഴംപൊരി ഉഷാറാവും. കൈകൊണ്ട് തന്നെ ചെയ്യണം. നമ്മളെ ഹോട്ടലിലൊക്കെ അങ്ങനെ തന്നെ ചെയ്യുക. സ്പൂൺ ഇട്ടുകാണ്ടോ മിക്സിയിൽ ഇട്ടുകാണ്ടോ ഒന്നുമല്ല. ഫാസ്റ്റ് ഫുഡിലും അതേപോലെ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുക. നിങ്ങളൊന്ന് പാളി വെക്കുകൊണ്ട് അവിടെ ചായ കുടിച്ചാനൊക്കെ പോകുമ്പോൾ കേട്ടോ. ഇപ്പം നമ്മൾ എന്താ റോഡിൻ്റെ വക്കിൽ നിറച്ചു തന്നെയാണല്ലോ ഫാസ്റ്റ് ഫുഡിൻ്റെ. ഓല് ഉണ്ടാക്കണം നമുക്ക് നേരിട്ട് കാണാമല്ലോ. അപ്പോൾ കൈ കൊണ്ട് അടിച്ച് വെച്ചിട്ട് തന്നെയാണ് ഓല് ഉണ്ടാക്കുക കേട്ടോ. സ്പൂൺ കൊണ്ടൊന്നും വെച്ചാൽ നന്നാവില്ല. ഈ ഇതുപോലെ കൂർക്കോ എന്തോ ഒരു സാധനം കൊണ്ട് ഇട്ട് ഇളക്കിയാലൊക്കെ നന്നാവും പറയൊക്കെ. അതൊക്കെ വെറുതെ പറയാണ് മക്കളെ. മിക്സിയിലിട്ടാലൊക്കെ നന്നാവും എന്നൊക്കെ. കൈ കൊണ്ട് ഉഷാറായിട്ട് അടിക്കണം. നമ്മളെ കൈ നന്നായിട്ട് കുഴച്ചിട്ട് കണ്ട് പാത്രത്തിൻ്റെ അടി ടച്ച് ചെയ്യണം നമ്മളെ ഈ കയ്യൻ്റെ ഉള്ളനടീൻ്റെ പള്ളട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ആക്കിയാൽ തന്നെ അതിൻ്റെ മുകളിൽ നൊര വന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവും മാവ് ഉഷാറായിട്ടുണ്ട്. മാവ് നല്ലോണം അയയും ചെയ്യരുത്, അതേപോലെ നല്ല ടൈറ്റും ആവരുത് കേട്ടോ. ക്രിസ്പിക്കും വേണ്ടിയിട്ടാണ് തുള്ളി ഞാൻ അരിപ്പൊടി ചേർക്കുന്നത് കേട്ടോ. അരിപ്പൊടി ചിലപ്പോൾ ഇവിടെ ഉണ്ടാവുമ്പോൾ ഞാനാണ് ചേർക്കുക. ഒരു പേക്ക് ലേസം കൊടുക്കുന്നതായിരുന്നു, അതിൻ്റെ തുള്ളി ഭാഗം ഉണ്ടായതുകൊണ്ട് അങ്ങോട്ട് ഇട്ടതാണ് കേട്ടോ. ഇനി തീരെ നന്നാത്തോൽക്ക് വേണമെങ്കിൽ തുള്ളി അപ്പസോഡയൊക്കെ ഇട്ടുകാണ്ട് കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. മുട്ടയൊന്നും ചേർക്കരുത് കേട്ടോ. പഴംപൊരിയിൽ മുട്ടയൊക്കെ ചേർത്താൽ ഒരു രസം ഉണ്ടാവില്ല. ചിലവർ ഇങ്ങനെ പറയും ഞാൻ മുട്ടയൊക്കെ ചേർത്തിട്ട് ആ പഴംപൊരി ഉഷാറായാത്താറ്. അപ്പോൾ ആര് വന്നാലും ഞാൻ ഇങ്ങനെ കാട്ടിക്കൂട്ടല്. ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ എൻ്റെ അടുത്ത് കഴിച്ചില്ലോണ്ടേ എപ്പോഴും ഇങ്ങനെ കാട്ടിക്കൂട്ടും. പഴംപൊരി ഉഷാറായിട്ട് നന്നാവും. എന്നാൽ നെജ്ജപ്പം നന്നാവുക തന്നെയല്ല കേട്ടോ. നെജ്ജപ്പം എത്ര ഉണ്ടാക്കിയാലും വലിയ ഇന്ത്യൻ്റെ ഭൂപടത്തിലേറെ ആയിരിക്കും. അമീബ പോലെ അങ്ങോട്ടാവും ചട്ടിക്ക് ഇട്ടാൽ. 4 കാലും 4 കൈജുമായിരിക്കും. അതുപോലെ നമ്മളെ നെയ്യപ്പത്തിന് കേട്ടോ. നെയ്യപ്പം ഉണ്ടാക്കിയാൽ നന്നാവുക തന്നെയല്ല, എന്നാൽ കുഴിയപ്പം ഉണ്ടാക്കിയാൽ ഉഷാറാവും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവ് പറഞ്ഞാൽ പോലെ അല്ലേ. പഴംപൊരി ഉണ്ടാക്കി എപ്പോഴും ഉഷാറാവലുണ്ട് കേട്ടോ. അതേപോലെ കട്ട്ലേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കലുള്ളൂ. അതുകൊണ്ട് പിന്നെ ആരെങ്കിലും വിരുന്ന് വന്നാൽ അധിക ദിവസം ഞാൻ പഴംപൊരി തന്നെ ഉണ്ടാക്കുക. എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് അല്ലേ. അപ്പോൾ നമ്മളെ ചട്ടി അത് രീതിയിൽ തന്നെ പൊരിച്ചോളൂ കേട്ടോ. കാക്കു ഇന്നാൾ പറഞ്ഞിരുന്നു വലിച്ചെറിഞ്ഞാൻ ആ ചട്ടിന്ന്. ആ വലിച്ചെറിയാണ്ട് അറിഞ്ഞാണ്ട് പിടിച്ച് വലിച്ചെടുത്ത് വെച്ചാൽ കേട്ടോ. ഒന്നാമത് ഈ കരിയും പൊരിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇങ്ങനത്തെ ചട്ടി നല്ലൊരു സുഖമാണ് കേട്ടോ. അങ്ങനത്തേനൊക്കെ ഞാൻ ഇത് എപ്പോഴും ഉപയോഗിക്കും. എന്തോ ഒഴിവാക്കിയാലും അത് ഒഴിവാക്കാച്ച് തോന്നൂല. അതേപോലെ ഒരു ചെമ്പട്ടി ഉണ്ടായിന്. ആ ചെമ്പട്ടി എന്ത് കെട്ടിക്കണ് കാക്കു, ആ പോത്തിന് വെള്ളം കലക്കി കൊടുത്തുക്കണം കേട്ടോ. പോത്തിന് വെള്ളം കലക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ ഇടങ്ങാറല്ലേ. മറ്റേ നിങ്ങൾക്ക് അറിയില്ല, ഒരു അലുമിനിയത്തിൻ്റെ ചെമ്പട്ടി ഉണ്ടായിരുന്നു, അത് പോയിട്ടോ. ഇത് കണ്ട മുന്തിരിയാണ്. അപ്പം ഇന്ന് ഞങ്ങൾ പോയിരുന്നു പറഞ്ഞില്ലേ, മടങ്ങി പോന്നപ്പോൾ കുട്ടികൾക്ക് ലേസം പഴം മുന്തിരി വാങ്ങി പോന്നായിരുന്നു. മുന്തിരി അത് ജ്യൂസ് അടിച്ചണം കേട്ടോ. അപ്പോൾ ജ്യൂസ് അടിച്ചണ മുന്തിരി വൈകുന്നേരം എന്തെങ്കിലും ജ്യൂസ് അടിച്ചാന്ന് കരുതികാണ്ടേ അങ്ങനെ കൊടുന്നതായിരുന്നു ഞാൻ കേട്ടോ. അത് കുട്ടികൾ എടുത്തുകാണ്ട് കഴുകിക്കാണ്ടൊക്കെ കൊടുത്തിരുന്നു. ഒക്കെ 4 ഭാഗം എറിഞ്ഞു കേട്ടോ. പിന്നീട് ഞാൻ എന്താ കേട്ടി പഴംപൊരി കൊടുത്തു. ജ്യൂസ് അടിച്ചണ മുന്തിരി ആ ചെറിയൊരു മധുരം ഉണ്ടാവും, ബാക്കി ഉൾഭാഗമൊക്കെ ഭയങ്കര പുളിയാരല്ലോ. അപ്പോൾ പഴംപൊരി ആയിട്ട് ചൂടാറിയിട്ടാണ് കൊടുക്കാതിരുന്നത് കേട്ടോ. 3 ആൾക്കും കൊടുത്താൽ അടങ്ങിയിരുന്നോളും 3 ആളും കേട്ടോ. പിന്നെന്താ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ചെയ്യണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽക്കൂടെ മെസ്സേജ് ഇട്ട് വെച്ചുകൊണ്ട് ഞാൻ ഉത്തരം പറയണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാമല്ലേ, എനിക്ക് ഫാമിലി കാര്യങ്ങൾ ചോദിച്ചരുത് പൊന്നാര മക്കളെ. നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് തുടങ്ങിയോണ്ട് എന്തെങ്കിലും എവിടുന്നെങ്കിലും തൊള്ളിയിൽ നിന്ന് ചാടണുണ്ടോ നോക്കിക്കണ ആളുകളാണ്. അതുകൊണ്ട് ഫാമിലി കാര്യങ്ങളൊന്നും നിങ്ങൾ ചോദിച്ചരുത്. ഏകദേശമൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശമൊക്കെ പിടി കിട്ടിയില്ലേ. ഇനി ഇങ്ങനെ ചോദിച്ചാൽ നിൽക്കണ്ട. ഒന്നാമത് നിങ്ങൾക്കൊക്കെ അറിയണതാണ്, യൂട്യൂബിൽ അഭിനയിക്കുമ്പോൾ എല്ലാവർക്കൊന്നും വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇപ്പം ഞങ്ങളൊരു ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് മിണ്ടാക്കണമൊക്കെ.
അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിയാതെ പറഞ്ഞു പോയാൽ പിന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഞാൻ പിന്നെ ഒന്നിനും പോകലൊന്നുമില്ല, നിങ്ങൾക്ക് അറിയില്ല. ഇപ്പം എൻ്റെ സ്വഭാവം ഉണ്ടാതെ അങ്ങനെ നിൽക്കലാണ്. അപ്പോൾ അറിയാതെ അറിഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അതൊരു കുറ്റമായിരിക്കും. അറിഞ്ഞുകൊണ്ട് ഞാനൊന്നും പറയലില്ല. ഫാമിലി കാര്യങ്ങളൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യലില്ല, ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ ചോദിച്ചിരുന്നതിന് ഉത്തരങ്ങൾ പറഞ്ഞു എന്നുള്ളൂ. അവിടെ തറവാട്ടിലൊന്നുകൂടെ ഏട്ടത്തിൻ്റെ അടുത്ത് നിന്നൂടെ, അതിനുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നു എന്നുള്ളൂ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കണ്ട. അപ്പം എന്താണോ മാണ്ടാത്തോലെ തന്നെയാണോ അധികം ഇതിരുന്ന് കാണുക. നമുക്ക് നമ്മളെ വീഡിയോ ചെയ്യണ ഇഷ്ടമല്ലാത്തോലും നമ്മളെന്താ പറയണത് നോക്കി നിൽക്കണോലൊക്കെ തന്നെയായിരിക്കും ഫസ്റ്റിൻ്റെ വീഡിയോ വന്നാൽ കാണുക. എന്നിട്ട് പിന്നെ അതിന് പിന്നെ പുകിലായിരിക്കും. എനിക്ക് തലവേദന ഏറെ ആയിരിക്കും. മൈഗ്രെയിൻ്റെ ഓയിൽ ഉണ്ടാക്കുന്ന പമ്പറന്നോളാണ്, എന്നാലും തലവേദനക്ക് പിന്നെ യാതൊരു ആശ്വാസവും എനിക്ക് കിട്ടൂല. അതുകൊണ്ട് അജാതി ചോദ്യങ്ങളൊന്നും നിങ്ങൾ ചോദിച്ചണ്ട, അതിനുള്ള ഉത്തരങ്ങൾ ഞാൻ തരൂല. ഏകദേശം നിങ്ങൾക്ക് പിടി കിട്ടിയിരിക്കണ എവിടെ നിൽക്കാൻ ഇരിക്കുക കൂരല്ല, നടു റോട്ടിൽ ഇറങ്ങാൻ പോവുകയാണ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. എന്നാലും നമ്മൾ അൽഹംദുലില്ലാ സന്തോഷത്തോടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് തന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതാക്കണ് ചായ രാവിലെ ഞാൻ പാൽ ചായ ഉണ്ടാക്കിയാണ് കേട്ടോ. രാവിലെ ഞാൻ ലേസം റവ വരകിക്കാണ്ടാണ് പോയിരുന്നത് കേട്ടോ. രാവിലെ പോകണ്ടേ, അപ്പോൾ കുട്ടികൾക്ക് ഞാൻ ഇതൊക്കെ നേരത്തെ പോകണതല്ലേ, അപ്പോൾ ഇച്ചും എന്നെ മദ്രസ ഇട്ടെന്നാൽ നേരം പോകും കരുതിക്കാണ്ട് റവ വരകിക്കാണ്ടാണ് പോയിരുന്നത് കേട്ടോ. ആ പാൽ ചായ ലേസം ഉണ്ടാക്കി വെച്ചു. കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് പാൽ ചായ. അപ്പോൾ അത് ലേസം ഓല് കുടിച്ചിട്ടുള്ളൂ. പിന്നീട് ഓലവിടെ വെച്ച് നമ്മൾ ഉമ്മാരുണ്ടാവുമ്പോഴല്ലേ നമ്മളിങ്ങനെ എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ ഓല് തിന്നലും കുടിച്ചാലും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇച്ചുമ്മ വന്നിരുന്നു. ഇച്ചുമ്മ അന്ന് ഡാൻസൊക്കെ കളിച്ചിരുന്നു, പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഓൾക്കൊരു ക്ലാസ്സും കിട്ടിയിരിക്കണ്, ഒരു ട്രോഫിയും കിട്ടിയിരിക്കണം. അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാട്ടോ. പിന്നെ ഓടി വന്ന് കൈയൊക്കെ കഴുകാണ്ട് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് അറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്പെഷ്യലല്ലേ. അപ്പോൾ ആ പാൽ ചായക്ക് ഞാൻ ലേസം കട്ടൻ ചായ അങ്ങോട്ട് ചൂടാക്കി പറഞ്ഞു കേട്ടോ. പാൽ ചായ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും പാൽ ചായ ആയിരുന്നു, കട്ടൻ ചായ ഉണ്ടാക്കിയാൽ പിന്നെ എല്ലാവർക്കും കട്ടൻ ചായ പറഞ്ഞ പോലെ. അപ്പോൾ പാൽ ചായൻ്റെ ആൾക്കാരാണ് ഈ കുട്ടികളൊക്കെ. അപ്പോൾ അതിക്ക് അങ്ങോട്ട് വലിയ കേടൊന്നും വന്നിട്ടില്ല. അതാ ഞാൻ വായിക്ക് ഇങ്ങനെ ലേസം പാർന്ന് നോക്കി കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാക്കണ് പാൽ ചായയും റെഡി ആയിട്ടുണ്ട്. ഇനി പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നിങ്ങളെ ഞാൻ അറിയിക്കും കേട്ടോ. അതാരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മളെ സബ്സ്ക്രൈബേഴ്സ്മാരാണ്, നമ്മളെ ഫാമിലി കാണാതിരിക്കണതാണ്. അപ്പോൾ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ പിന്നെ ആധാരം എടുത്തിട്ട് റേസർ കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങളേറ്റുകാണ്ട് ഷെയർ ചെയ്യും കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങളല്ലേ നമ്മളെ സപ്പോർട്ട് ചെയ്യണത്. അപ്പോൾ അനാവശ്യങ്ങളൊന്നും നമ്മൾ പറയണില്ലല്ലോ, ഇല്ലതല്ലേ. അപ്പോൾ ഒരാളെ മുഖം നന്നാക്കിയാണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ കുട്ടികളെ ചായ ചൂടാറ്റിയാണ് കൊടുക്കട്ടെ. പാൽച്ചായ പഴംപൊരി ഉണ്ട്, ആരും കേക്കണ്ട. ഓളോട് പാൽച്ചായ പഴംപൊരി ഉണ്ടല്ലോ. പിന്നെ ചായ അടിച്ച് മിന്ന ചായ എന്നാ അപ്പോൾ ഇതാക്കുന്ന ചായയും കടിയൊക്കെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ ലൈക്കുമ്പോൾ തൊടാൻ മറക്കരുത്. എന്നാലേ കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. പുതിയ വീഡിയോയും കാര്യമായിട്ട് വരാം. അസ്സലാമു അലൈക്കും.